ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനും പൊന്നൂസിന് തന്നെയുള്ള ദിവസം കേട്ടോ. പപ്പയും എഴുതുകൊണ്ടിനും കൂടെ ചേർത്തലയ്ക്ക് കല്യാണത്തിന് പോയേക്കുക. അപ്പോൾ പണിയൊക്കെ തീർന്നിട്ട് വെച്ച് വെറുതെ ഇരിക്കാമല്ലോ എന്ന് ഓർത്തപ്പോൾ ഞാൻ വേഗം ചിക്കൻ ഒന്ന് കറി വെച്ചു. ചിക്കൻ കറി വെച്ചപ്പോൾ എരിവ് കൂടിപ്പോയി പൊന്നൂസ് തൊടുകയില്ല. അപ്പോൾ അതും പണിയായി. ഞാൻ വേഗം ഇത്തിരി പാലൊക്കെ പിഴിഞ്ഞ് ഒഴിച്ചു. അപ്പോൾ പിന്നെ ഓക്കെ ആയിട്ടോ. അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ ബ്രെഡ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ബ്രെഡും ചിക്കനും കൂടെ കഴിക്കാമെന്ന് വെച്ചു. അപ്പോൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഓക്കെ ആയി, സൂപ്പറായി. അത് കഴിഞ്ഞത് ഞാൻ പൊന്നൂസിനെ വിളിക്കാൻ പോകട്ടോ. സമയം 9 മണിയായിട്ട് നമ്മുടെ പൊന്നൂസ് എണീറ്റിട്ടില്ല കേട്ടോ. പൊന്നൂട്ടിയേ, ഗുഡ് മോർണിംഗ്. ഏക്ക് പൊന്നൂട്ടി, അല്ലെങ്കിൽ ചേട്ടായി ഉള്ളപ്പോഴാണെങ്കിൽ അവൻ വിളിച്ചെണീപ്പിക്കും അവൻ എണീറ്റിട്ട്. അതുകൊണ്ട് ഇന്ന് പൊന്നൂസ് സുഖമായിട്ട് കിടക്കുക. ഞാൻ ഓർത്തു അപ്പോൾ എൻ്റെ പണി അത്യാവശ്യം തീർന്നിട്ട് പിന്നെ പൊന്നൂസിൻ്റെ കൂടെ കളിക്കാമല്ലോ. അതുകൊണ്ട് ഞാനും വിളിക്കാൻ പോയില്ല. ഇപ്പോൾ എൻ്റെ പണിയൊക്കെ അത്യാവശ്യം റെഡിയായി. ചോറൊക്കെ വെന്തു, ചിക്കനായി, പിന്നെ ബ്രെഡുണ്ട് കാപ്പിക്ക്. അപ്പോൾ പിന്നെ പൊന്നൂസിനെ വിളിക്കണതിന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? അല്ലെങ്കിൽ തന്നെ 9 മണിയൊക്കെ ആയില്ലേ? അതിൽ കൂടുതൽ ഉറങ്ങിയാൽ എങ്ങനെയാ? ഇല്ലേ പൊന്നോ, ഇവിടെ നിൽക്ക നമ്മുടെ പൊന്നൂസ് എണീറ്റതേ പല്ല് വയ്ക്കും കേട്ടോ. ഞങ്ങൾ കാപ്പി കുടിക്കും കേട്ടോ. അപ്പം ഞങ്ങളുടെ ഇന്ന് സിമ്പിൾ കാപ്പി കൂടിയാണ്. ബ്രെഡും ചിക്കനും ഉള്ളൂ കേട്ടോ. പൊന്നൂന് ചിക്കൻ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ചേട്ടായും കൊച്ചും എൽമിക്കൊട്ടും കൂടെ ഇന്ന് ഒരു കല്യാണത്തിന് പോയേക്കും. അപ്പോൾ ഫുഡ് ഉണ്ടാക്കാൻ ഇന്ന് ഓൾറെഡി ഒരു ക്ഷീണമായിരുന്നു. പിന്നെ ആരും ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ഉണ്ടാക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഇല്ലല്ലോ. കഴിക്കാനാളുണ്ടെങ്കിലല്ലേ നമുക്ക് ഉണ്ടാക്കാനും ഇൻട്രസ്റ്റ് ഉള്ളൂ. അപ്പം ഞങ്ങൾ ഇതിലൊതുക്കി. അതുപോലെ തന്നെ ചോറ് വെന്തു, പിന്നെ ഒരു തോരനും കൂടെ ഉണ്ട്. ഇന്നത്തെ ഞങ്ങളുടെ ഫുഡായി. എൻ്റെ പൊന്നൂസേ, അത്യാവശ്യം അകത്തെ പണിയൊക്കെ ഒതുങ്ങി. ഇനി പുറത്ത് ഇച്ചിരി പണിയൊക്കെ ഉള്ളൂ അല്ലേ? അപ്പോൾ ഭയങ്കര ചൂടൊക്കെയല്ലേ, ചേർത്തലയാണ് കല്യാണം. അപ്പോൾ അതുകൊണ്ട് പൊന്നൂസിന് ചൂട് ഒത്തിരി ഇതാവില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ കല്യാണത്തിന് പോകാത്തത്. അവൾ ഒത്തിരി മടുത്ത് വയ്യായി പോകും. അതുകൊണ്ടാണ്. നല്ലതാണ് ചിക്കൻ. അപ്പം നമ്മുടെ പൊന്നൂസിൻ്റെ പണി രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ കുറച്ച് ജാതിക്ക കൊണ്ട് വെച്ചായിരുന്നതേ, അതൊക്കെ പൊട്ടിച്ചു തുടങ്ങി. ഞാനും കൂടെ കൂടിയില്ലെങ്കിൽ ആ പൂവൊക്കെ തിരിച്ച് വയ്ക്കും ഇല്ലേ പൊന്നൂസേ? പൊന്നൂസൻ എടുക്കുവാടാ. ജാതിക്ക പൊട്ടിക്കുവാണേ. എന്തിനാ ജാതിക്ക പൊട്ടിക്കണേ? അപ്പപ്പ വാങ്ങിച്ചാനാണോ? എന്നാ അപ്പപ്പ ഇഷ്ടം? കൊല്ലട്ടായി. കൈ പോവരുത് കേട്ടോ പൊന്നൂസേ. ഉണ്ടോ ഇങ്ങനെ എടുക്കുമ്പോ നഖത്തിന്റെ ഇടയ്ക്ക് കയറി വേദന എടുക്കരുത് കേട്ടോ. പതിയെ ചെയ്താൽ മതി. നമ്മുടെ പൊന്നൂസിന് ഇത് ഭയങ്കര ഇഷ്ടമാണ്. നഖത്തിന്റെ ഇടയ്ക്ക് കയറുമ്പോൾ വേദന എടുക്കും. നമ്മുടെ അടുത്തേക്ക് രാവിലെ തന്നെ ഭയങ്കര ചൂടാട്ടോ. മഴ പെയ്യാൻ കുറേ ദിവസമായി മൂടി വന്നു, പക്ഷെ ഒരു രക്ഷയില്ല. പതിയെ ഒന്ന് 2 തുള്ളി ചാടുമല്ലാണ്ട് പിന്നെ മഴ പെയ്യണില്ല. അതുകൊണ്ട് ഭയങ്കര ചൂടാണ്. നമുക്ക് വേഗം പൊട്ടിച്ചെടുത്തിട്ട് വേണം. രാവിലെ തന്നെ ഞങ്ങൾ പൊട്ടിക്കാൻ കയറിയിട്ട്, കാരണം എന്നിട്ട് അതെന്തേ അത്ര എന്നിട്ട് വെയിലത്ത് വെക്കാമല്ലോ.
ഇത് ഇന്നലെ വൈകുന്നേരം ഞാൻ പറക്കി കൊണ്ട് വെച്ചാട്ടോ. അപ്പം ഇതേ കണ്ടോ, ഒരു ദിവസമായപ്പോഴത്തേക്ക് പൂവിന് ഇത്തിരി കണ്ടോ, ഇത് കണ്ടോ, അതിവിടെ വെച്ചാ ഇവിടെ വയ്ക്കാൻ. ചേട്ടായി എന്തേ മനസ്സ് പള്ളി പോയോ? വന്നില്ല. പൊന്നൂസിനോട് പറഞ്ഞിട്ടില്ല. പൊന്നൂസിന് പോണതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എല്ലായിടത്തേക്കും ഭയങ്കര കാര്യമാണ്. ഇത് ഒത്തിരി ലോങ് ആയതുകൊണ്ട് ചൂടും അല്ലേ, അതുകൊണ്ട് മടുത്തു പോയതുകൊണ്ട് അവർ രാവിലെ തന്നെ പോയി. നമ്മൾ കണ്ടില്ലല്ലോ, അതുകൊണ്ട് അറിയത്തില്ല. പള്ളി എന്നും പള്ളി പോണത് പള്ളി പോയതാന്ന് ഓർത്ത. അതുകൊണ്ട് ചാടിച്ചതല്ലേ മോനെ. എവിടെ വയ്ക്കണ കൂട്ടാ? ഇവിടെ വയ്ക്കാം. ആ പാത്രം എവിടെ വയ്ക്കാം? അതുകൊണ്ട് പിന്നെ വിഷയങ്ങളൊന്നും ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ കരയും. നീ പൊന്നു ഇവിടെ ഇരിക്കട്ടെ എന്നേ. ഓക്കെ പൊന്നു പറഞ്ഞു.